നമസ്കാരം. എൻ്റെ ചോര തിളക്കുന്നു എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. 9 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ 32 മദ്യശാലകളാണ് മയ്യഴിയിൽ പ്രവർത്തിച്ചിരുന്നത്. 60 കോടി രൂപ വാർഷിക വരുമാനം ഉണ്ടാക്കിക്കൊടുത്തിരുന്നു ഈ 32 മദ്യശാലകൾ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്. ഇപ്പോൾ 31/3/2017 സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ മദ്യഷോപ്പുകളെല്ലാം അല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗം പൂട്ടിപ്പോയിരിക്കുന്നു. ഇവ ഒന്നുകിൽ 500 മീറ്റർ അകലെ മാറ്റി സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ ദേശീയപാതയും സംസ്ഥാന പാതകളും ഡീനോട്ടിഫൈ ചെയ്ത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ ജനകീയ പ്രതിരോധവും മയ്യഴിയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. എങ്ങനെയാണ് മയ്യഴിയിലെ ജനങ്ങൾ ഈ വിഷയത്തെ കാണുന്നത് എന്നാണ് എൻ്റെ ചോര തിളക്കുന്നു പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം എം മുകുന്ദൻ, മയ്യഴിയുടെ കഥാകാരൻ, ഒപ്പം തന്നെ ഡോക്ടർ വി രാമചന്ദ്രൻ MLA, KK അനിൽകുമാർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുതുച്ചേരിയിലെ ചെയർമാൻ, ജിനോസ് ബഷീർ, മയ്യഴിക്കൂട്ടം സെക്രട്ടറി, പ്രേമൻസി ലിഖർ മർച്ചൻസ് അസോസിയേഷൻ്റെ ഭാരവാഹി എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. മയ്യഴി മാതാവിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ചോര തിളക്കുന്നു എന്ന പരിപാടിയുടെ തത്സമയ ചിത്രീകരണം നടക്കുന്നത്. ആദ്യം ശ്രീ എം മുകുന്ദൻ, ഈ വിധിയെ മയ്യഴിയെ എങ്ങനെ ബാധിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഇത് മയ്യഴിയെ ബാധിക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നത് ഗുണപരമായിരിക്കുമെന്നുള്ളതാണ്. പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ട് ഈ വിഷയത്തിൽ എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. അത് പിന്നെ ഞാൻ മദ്യ നിരോധനത്തെ അനുകൂലിക്കുന്ന ആളല്ല. മദ്യം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനുമുണ്ട്. ഇപ്പം മദ്യം കഴിക്കരുത് എന്നൊരാളോട് പറയുന്നത് ശരിയല്ല. അതായത് ഇപ്പം ഒരാളോട് നമ്മൾ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു, അതുപോലെയാണ് ഒരാളോട് മദ്യം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിൽ അല്പം ഒരു ഫാസിസമുണ്ട്. പക്ഷേ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും പറഞ്ഞിട്ടും ഞാൻ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. അതിനുള്ള കാരണം ഇത് ഒരു ചെറിയൊരു പ്രദേശത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രശ്നമാണ്. പക്ഷേ ഞാൻ മാഹിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അടുത്ത കുറച്ച് കാലമായിട്ട് അല്ല, അത് ആകെ കുഴപ്പമായി. പറയട്ടെ. ഓക്കെ. അപ്പോൾ ഈ മാഹിയിൽ സംഭവിച്ചിട്ടുള്ളത് കുറച്ചു കാലമായിട്ട് പതുക്കെ സംഭവിച്ചിട്ടുള്ളത് ഒരു വലിയൊരു ദുരന്തമാണ്. ഇപ്പം 80കളിലാണ് ഇവിടെ ഇങ്ങനെ വ്യാപകമായിട്ട് മദ്യത്തിന് ലൈസൻസ് നൽകാൻ തുടങ്ങിയത്. അപ്പം അതിന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു നാടിൻ്റെ തകർച്ചയാണ്. വളരെ സുന്ദരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നത് അത് ക്രമേണ മദ്യത്തിൻ്റെ ഒരു വിളയാട്ടം, അതിൻ്റെ ഒരു ഇടമായിട്ടത് മാറി. അപ്പം മയ്യഴി എന്ന് പറയുമ്പോൾ തന്നെ മദ്യം എന്നാണ് ആളുടെ മനസ്സിൽ വരുന്ന ചിത്രം. അപ്പോൾ ഈ മദ്യപാന്മാർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മദ്യപാനികൾ ഇവിടെ വരുന്നു. പിന്നെ ചിലരിവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നു. 10-30 പേരിവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ട്. ഒരു തൊഴിലും ചെയ്യാതെ അലഞ്ഞ് നടന്ന് ഇങ്ങനെ അവർ മദ്യപിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് മരിക്കുന്നു. 30ഓളം ആളുകളുടെ മൃതദേഹം ഈ തലമുറ നേരിട്ട ഏറ്റവും വലിയ ശാപം സംഘടനയുണ്ട്, അവർ നീക്കം ചെയ്തിട്ടുണ്ട്. 60 കോടി രൂപയാണ് പുതുച്ചേരിക്ക് നഷ്ടമാകുന്നത് എന്നാണ് കണക്ക്. അത് നഷ്ടം വരുത്തുകയാണെങ്കിൽ താങ്കളുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തെ പോലും ബാധിക്കും. അതുകൊണ്ട് തന്നെ 31/3/2017 വിധിയെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. അതിന് കാരണം ഒരു ചെറിയ പ്രദേശമായ മയ്യഴിയിൽ 62 മദ്യഷാപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കേവലം 9 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ പ്രദേശത്ത് കേവലം 42,000-ഓളം ജനസംഖ്യയുള്ള ഈ സ്ഥലത്ത് പുതുശ്ശേരി സംസ്ഥാനത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യാനത്ത് 30 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ്. 56,000-ഓളം ജനസംഖ്യയുള്ള പ്രദേശമാണ്. അവിടെ മദ്യഷാപ്പുകളുടെ എണ്ണം കേവലം 25 എണ്ണമാണ്. അതുപോലെ കാരക്കൽ മറ്റൊരു പ്രദേശമാണ്, 157 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പ്രദേശം. വിശദാംശങ്ങളല്ല ഞാൻ പറയുന്നത്. ഈ ഇത്തരം കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഈ നികുതി ഇളവ് നൽകുന്നത് കൊണ്ട്
അവരുടെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയൊക്കെയാണ്. ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ചണ്ഡീഗഡിലും സമാനമായ പ്രശ്നമുണ്ട്, മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എല്ലാം ഉണ്ട്. ചണ്ഡീഗഡ് ഇതിനകം തന്നെ ഡീനോട്ടിഫൈ ചെയ്ത് ഈ പ്രതിസന്ധി മറികടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സമാനമായ വിധത്തിൽ ഈ കേന്ദ്രഭരണ പ്രദേശത്തിന് നിലനിൽക്കണമെങ്കിൽ ഈ സുപ്രീം കോടതി വിധി മറികടക്കേണ്ടി വരില്ലേ? പറഞ്ഞോളൂ. സ്വാഭാവികമായി മയ്യയിലെ മൊത്തം റവന്യൂ വരുമാനം മദ്യത്തിൽ ഉൾപ്പെടെയുള്ളത്, അതിൻ്റെ ആനുപാതികമായ ഒരു ഷെയർ മയ്യഴിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പം മറ്റുള്ള പ്രദേശങ്ങളിൽ കൂടെ മയ്യയുടെ ഈ റവന്യൂ വരുമാനം മറ്റുള്ള പ്രദേശങ്ങളിൽ കൂടി പോവുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മയ്യയിലും മറ്റുള്ള പ്രദേശങ്ങളെ പോലെ ജനസംഖ്യാനുപാതകത്തിൽ മാത്രം മദ്യശാല പ്രവർത്തിച്ചാൽ മതിയെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിലവിലുള്ള 62 മദ്യഷാപ്പുകളിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പാതയോരത്ത് പ്രവർത്തിക്കുന്ന 32 മദ്യഷാപ്പുകൾ നീക്കം ചെയ്യണം എന്ന് തന്നെയാണ്. അതിനുവേണ്ടി ഇനി അഥവാ ദേശീയപാത ഡീനോട്ടിഫൈ ചെയ്യാനുള്ള ശ്രമം പുതുച്ചേരി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ അതിനെ എതിർക്കും? അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് മയ്യയിലെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് മയ്യയുടെ ജനപക്ഷത്തു നിന്നും കൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലുള്ള ജനപ്രതിനിധിയേക്കാൾ കൂടുതൽ ഇവിടുത്തെ ജനപ്രതിനിധിക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള റവന്യൂ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞത് ശരിയായിരിക്കാം. ആനുപാതികം മദ്യത്തിന്റെ ഭാഗമായി ഇവിടെ നിന്ന് അല്ലെങ്കിൽ നികുതി ഇളവിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ അത്രയും ഇവിടെ തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ 140 മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പുതുച്ചേരിയിൽ നിന്നും മയ്യഴിക്ക് കിട്ടുന്നത് സാധാരണ ഒരു മണ്ഡലത്തിൽ, കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇവർക്ക് നേരത്തെയുള്ള അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി താങ്കൾക്ക് കുറഞ്ഞ നിലയിൽ മാത്രമേ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റൂ. ഒരിക്കലും കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ കിട്ടുന്ന വരുമാനം ഒരിക്കലും മയ്യഴിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. റെഡി. മദ്യ വ്യവസായികൾ എങ്ങനെയാണ് ഇത്രയും കാലം ഉണ്ടാക്കിയത് മതി, ഇനി ഇത് അവസാനിപ്പിക്കാൻ തയ്യാറാവുമോ? സുപ്രീം കോടതിയുടെ വിധി മാനിക്കുന്നു. പക്ഷേ സുപ്രീം കോടതി മദ്യ നിരോധനമല്ല പറഞ്ഞത്, മദ്യം നാഷണൽ ഹൈവേയിൽ നിന്ന് ഈ 32 കടകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയ സ്ഥലം കിട്ടിയാൽ, സർക്കാർ അനുവദിച്ചാൽ അവിടത്തേക്ക് ഞങ്ങൾ മാറ്റുന്നതായിരിക്കും. ഇതിപ്പോ ഇത്രയും ചെറിയ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഹൈവേക്കും കടലിനും ഇടയിലാണ് മാഹി കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ദേശീയപാത നമുക്ക് നോക്കിയാൽ കാണാം, കടലാണ് തൊട്ടപ്പുറത്ത് എന്നുള്ളത്, അല്ലെങ്കിൽ പുഴയാണ് തൊട്ടപ്പുറത്ത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതത്ര എളുപ്പമാണോ? അല്ലെങ്കിൽ ജനവാസ കേന്ദ്രം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ ഭൂവിഭാഗം, കേരളം എന്ന ഭൂവിഭാഗം ആകെ എടുത്താൽ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശം മയ്യഴിയായിരിക്കും. അങ്ങനെ ഒരു പ്രദേശത്തേക്ക് നിങ്ങൾ മദ്യഷാപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഈ ജനക്കൂട്ടം അതിനെ എതിർക്കില്ലേ? എതിർക്കും, ന്യായമായിട്ടും എതിർക്കും. അതിന് പറ്റിയ സ്ഥലം കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾ അത് മാറ്റുകയുള്ളൂ. ഇപ്പം 3 ദിവസമേ ആയിട്ടുള്ള വിധി വന്നിട്ട്, ഫൈനൽ ഓർഡർ വന്നിട്ട് 3 ദിവസം ആയിട്ടേ ഉള്ളൂ. ഞങ്ങളും അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗകര്യമുള്ള സ്ഥലങ്ങൾ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ മാറ്റുകയുള്ളൂ. ജിനോസ് ബഷീർ, നിങ്ങളാണ് മയ്യഴിക്കൂട്ടം എന്ന നിലയിൽ കോടതിയിൽ പോയതെന്ന് ഞാൻ അനുമാനിക്കുന്നു. എതിർക്കുമെന്ന് അവർക്കറിയാം, പക്ഷേ എതിർപ്പിനെ മറികടക്കാനുള്ള പണം മദ്യഷാപ്പ് മുതലാളിമാരുടെ കയ്യിലുണ്ട്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മയ്യഴി പ്രോഹിബിഷൻ കൗൺസിലുമായി സഹകരിച്ചുകൊണ്ടാണ് മയ്യഴിക്കൂട്ടം സുപ്രീം കോടതിയിലേക്ക് കേസിന് പോയത്. പണം ഒരു വിഷയമാണെങ്കിലും പല സ്ഥലത്തും പണത്തിനപ്പുറം മനുഷ്യസ്നേഹികൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് മയ്യഴിക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം. മനോജ് വി ജോർജ് എന്ന വക്കീൽ സീനിയർ ലോയേഴ്സ് ഉണ്ടെങ്കിൽ പോലും വളരെ തുച്ഛമായ രീതിയിൽ ഏതറ്റം വരെയും പോവാനും മയ്യഴിക്കൊപ്പം നിൽക്കാനും ഉള്ള കാലം വരെ. പക്ഷേ ഇവിടെ വിഷയം ഇതാണ്, ആളുകൾ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് ഷോപ്പുകൾ മാറ്റാൻ സ്വാഭാവികമായും നിലവിലുള്ള 32 ഷോപ്പുകാരും ശ്രമിക്കും. അതിനെ പ്രതിരോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളുടെ കരുത്തുണ്ടാകും. അതുപോരാ, പണത്തിന്റെ കരുത്തുമായിട്ടാണ് മദ്യഷാപ്പുകൾ വരിക. ഒരു കടയ്ക്ക് 40 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് തരാമെന്ന് പറഞ്ഞാൽ അവർ വീഴും. അബ്കാരി ആക്ട് പ്രകാരം ലിക്കർ സെയിൽ എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മദ്യവ്യാപാരി എനിക്ക് ഏതെങ്കിലും ജനവാസ കേന്ദ്രത്തിലേക്ക് മദ്യഷാപ്പുകൾ മാറ്റിയാൽ
അവിടെ ജനങ്ങളുടെ എതിർപ്പ്, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ 30, 40, 50 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാലും ഏതെങ്കിലും ജനങ്ങൾ അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ SI റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആ ഷോപ്പ് പൂട്ടണം എന്നുള്ളതാണ് അബ്കാരി പുതുച്ചേരി ആക്ട് പറയുന്നത്. ഒരു ഉഷാർ വരുന്നില്ല ആർക്കും. പറയൂ സർ. ആരോടാണ് ചോദ്യം? ചോദ്യമല്ല, ഒരു പ്രത്യേക ഒരു മീറ്റർ വെച്ചിട്ട് അതിനപ്പുറത്ത് നിന്ന് ഇത്ര മീറ്റർ നടന്നു വന്നു കഴിഞ്ഞാൽ വാഹനം ഓടിച്ചാൽ മദ്യപാനിക്ക് അപകടമുണ്ടാവില്ല എന്ന് പറയുന്ന ന്യായം എനിക്ക് ഇതുവരെ ഞാനൊരു വണ്ടി ഓടിക്കുന്ന ആളല്ല. MLA മറുപടി പറയണം. ഇത് സുപ്രീം കോടതി വിധിയാണ്, MLA അല്ല പറയേണ്ടത്. പക്ഷെ ഒരു പൊതുസമൂഹത്തിലെ ഒരാളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സ്വാഭാവികം. പിന്നെ എങ്ങനെയാണ് ഇത് തണിഞ്ഞു പോവുക? അതെ അതെ, അതെനിക്കറിയില്ല. തീർച്ചയായും അങ്ങനെയുള്ള ഒട്ടനവധി അപകടങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു വിധി ഉണ്ടായത്. കോപ്പാലം ഭാഗത്ത് വൈകുന്നേരങ്ങളിൽ നോക്കിയാൽ ധാരാളം മദ്യം കഴിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒട്ടനവധി ഡ്രൈവർമാരെ കാണാം. ഇവർക്ക് അപകടം പറ്റുമോ പറ്റില്ലയോ എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപകടം പറ്റിയാൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഈ വിഷയത്തെ വ്യാപാരി വ്യവസായി അസോസിയേഷൻ കാണുന്നത്? ഇതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവുമോ? പെട്ടെന്ന്. ഈ സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം വിധി സ്വാഗതം ചെയ്യുന്നെങ്കിലും മാഹിയിലെ വ്യാപാര മേഖല തകർച്ചയിലേക്ക് പോവുകയാണ്. വ്യാപാര മേഖല തകർച്ചയിലേക്ക് പോകുമ്പോൾ പുതുച്ചേരി സംസ്ഥാനത്തിന് നികുതി കുറയുന്നു, ഒരുപാട് തൊഴിലവസരങ്ങൾ ഇവിടെ നഷ്ടപ്പെടുന്നു. ഇവിടുത്തെ കച്ചവടങ്ങൾ പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. തൊഴിലാളികൾക്ക്, ചുമട്ടുതൊഴിലാളികൾക്ക് ജോലിയില്ല. ഓട്ടോറിക്ഷ തൊഴിലാളി കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് കടല വിൽക്കുന്നവൻ പോലും ഇന്ന് വീട്ടിലിരിക്കുന്നൊരവസ്ഥയിലേക്ക് നാടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 32 മദ്യഷാപ്പുകളും ഇവിടെ തന്നെ വേണം എന്നുള്ള നിലപാടുകാരാണ് നിങ്ങൾ? മദ്യഷാപ്പുകൾ ഇവിടെ വേണമെന്നുള്ള നിലപാടാണ്. മദ്യഷാപ്പുകൾ ഇല്ലാതെ മാഹിക്ക് ലോകത്തെ എവിടെയെങ്കിലും ഇത്രയും ചെറിയ ഭൂവിഭാഗത്ത് ഇത്രയധികം മദ്യഷാപ്പുകൾ ഉള്ളതായി താങ്കൾ അറിയുമോ? താങ്കൾക്കറിയുമോ? ഞാൻ ഒരിക്കൽ അറിഞ്ഞത് എമ്മുകുന്നാട്ടിൻ്റെ ഒരു ചർച്ചയിൽ പ്രൊഫസർ ശിശുപാലൻ മാസ്റ്റർ അതിനെക്കുറിച്ച് മാഹിയിലെ മദ്യഷാപ്പുകളെ കുറിച്ചൊരു ചർച്ചയിൽ, മയ്യഴി മഹോത്സവത്തിൻ്റെ ഒരു ചർച്ചയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫ്രാൻസിലൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ മദ്യശാലകൾ ഇഷ്ടംപോലെ ഇരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം, ആവശ്യമുള്ളവർ കുടിച്ചാൽ പോരെ എന്ന് അന്ന് അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ട് എന്നാണ് ഞാനും ധരിക്കുന്നത്. ശ്രീ മുകുന്ദൻ, മയ്യഴിയെ തകർത്ത് കളയും ഈ നീക്കം എന്നുള്ള വാദക്കാരാണ് ഒരുപക്ഷെ നേരത്തെ സംസാരിച്ച ശ്രീ അനിൽകുമാർ അടക്കം. ടൂറിസം ഇല്ലാതായാൽ പിന്നെ മയ്യഴിയുടെ ടൂറിസം എന്ന് പറയുമ്പോൾ കണ്ണൂരിൽ നിന്നോ കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ മറ്റു ഭൂവിഭാഗങ്ങളിൽ നിന്നോ ഇവിടെ വന്ന് കുറഞ്ഞ ചീപ്പായ മദ്യം കുടിച്ച് ഇവിടെ തന്നെ വീട് മരിക്കുകയോ അല്ലെങ്കിൽ തിരികെ വരികയാണെങ്കിൽ എഴുന്നേറ്റ് നടന്നു പോവുകയോ ചെയ്യുന്ന ആളുകളെ ടൂറിസ്റ്റുകൾ എന്ന് വിളിക്കാമെങ്കിൽ ആ വരുമാനം ഈ ചെറുപട്ടണത്തിന് നഷ്ടപ്പെടും എന്നുള്ള വാദം എങ്ങനെ കാണുന്നു താങ്കൾ? എന്തിന് എഡിറ്റോറിയൽ? അല്ല, അത് നമ്മൾ അതിനെ ഈ പ്രശ്നത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പം ഒരു വർഷത്തിൽ 16,000 17,000 അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. അത് മദ്യപിച്ച് വാഹനങ്ങൾ ഓടിച്ചിട്ട് 16,000-17,000 അപകടങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അത് 2015 കണക്കാണ്. അതിൽ 7,000-ഓളം പേര് മരിച്ചിട്ടുണ്ട്. അപ്പം ഇതാണോ പ്രധാനം? ഈ 7,000 പേര് മദ്യം ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിച്ചിട്ട് മരിക്കുന്നു, ഇതാണ് പ്രധാനം, അല്ലെങ്കിൽ ടൂറിസമാണോ എന്നുള്ളതാണ്. ഇപ്പം ടൂറിസത്തെക്കുറിച്ച് നമുക്ക് വലിയ മോഹങ്ങളുണ്ട്. പക്ഷേ എവിടെയാണ് ടൂറിസം വിജയിച്ചിട്ടുള്ളത്? നമ്മുടെ സ്വന്തം കോവളത്തോ അല്ലെങ്കിൽ ഗോവയിലോ നോക്കാം, എവിടെയാണ് ടൂറിസം അവസാനിച്ചിട്ടുള്ളത്? അവിടെയൊക്കെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രശസ്തമായിട്ടുള്ള ഒരു ഉദാഹരണം നമ്മുടെ മനസ്സിലുണ്ട്. താഹിതി ഐലൻഡ്, ഗോഗിൻ എന്ന പെയിൻറ്റർ ജീവിച്ചിട്ടുള്ള താഹിതി ഐലൻഡ്, മനോഹരമായിട്ടുള്ള ഒരു ഐലൻഡ്, ആ ദ്വീപ് ടൂറിസം വന്നതിന് ശേഷം നശിച്ചു പോവുകയാണ് ചെയ്തത്. ഉഷ്ണരോഗങ്ങൾ പടർന്നു, അതുപോലെയുള്ള രോഗങ്ങൾ, മാരകമായിട്ടുള്ള രോഗങ്ങൾ പടർന്നു, മയക്കുമരുന്നിൻ്റെ സ്ഥലമായി. അപ്പോൾ ഈ ടൂറിസം എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു സങ്കല്പമാണ്. ടൂറിസം നമ്മൾക്ക് ആകാം, അതെങ്ങനെയാണെന്ന് വെച്ചാൽ മദ്യമില്ലാത്തൊരു ടൂറിസം എന്തുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തുകൂടാ? എന്തുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിക്കൂടാ? ഇപ്പം നമ്മൾക്ക് ഒരു ധാരണയുണ്ട്, ലോകത്തിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് വിദേശികൾ മദ്യം കഴിക്കുന്നവരാണെന്ന്. അപ്പം മദ്യമില്ലെങ്കിൽ അവർ വരില്ല എന്നുള്ളത്. ഇപ്പം മദ്യം കഴിക്കാത്ത എത്രയോ വിദേശികളുണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, എത്രയോ പേരുണ്ട്, എനിക്കറിയുന്നവർ തന്നെയുണ്ട് മദ്യം കഴിക്കാത്തവരുണ്ട്. അവരൊക്കെ ഇവിടെ വരും, നമ്മുടെ നാട്ടിൻ്റെ ഭംഗി കാണാനും നമ്മുടെ നാട്ടിൻ്റെ പച്ചപ്പും വെള്ളവും ഒക്കെ കാണാനായിട്ട് അവർ വരും. അപ്പം മദ്യം കൊടുത്തുകൊണ്ട് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കേണ്ട ആവശ്യമില്ല.
ടൂറിസ്റ്റുകൾക്ക് പിന്നെ മദ്യം, പ്രത്യേകിച്ച് വിദേശ ടൂറിസ്റ്റുകൾക്ക് മദ്യം ധാരാളമായി അവരെ നാട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് മോഹിപ്പിച്ചുകൊണ്ട് ആരെയും ഇങ്ങോട്ട് നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മുടെ തനതായിട്ടുള്ള നമ്മുടെ സംസ്കാരം, കലാരൂപങ്ങൾ, നമ്മുടെ പ്രകൃതി ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് അവരെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആകർഷിക്കേണ്ടത്. അപ്പോൾ ടൂറിസം എന്നുള്ളൊരു ഒരു ന്യായമല്ല. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഖജനാവ് കാലിയായി എന്നുള്ളത്. ഇപ്പം മദ്യത്തിൽ കൂടെ കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ മാഹി ലിക്കർ ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പോൾ ഇന്നേ വരെ ഇവിടെ മാഹിയിൽ ഒരു ഇതിനോടനുബന്ധിച്ചിട്ടുള്ള വല്ല കേസുകൾ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലല്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇവിടെ ഈ പള്ളി മൈതാനിൽ കടല വെക്കുന്ന ആൾ പോലും നമ്മുടെ മെമ്പർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അവർ പോലും ഈ ലിക്കറിൻ്റെ ആ ഒരു ബന്ധമായിട്ട് നിലനിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ വരുന്ന മാഹിയിലെ അട്രാക്ഷൻ ആ ഒരു ലിക്കറാണ്. പക്ഷെ അതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഇവിടുത്തെ ഓരോ ഇവിടെ കടല വെക്കുന്ന ആളായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ചായക്കടക്കാരനായാലും ബസ്സിലെ യാത്രക്കാർ എന്നിങ്ങനെ ഒട്ടനവധി ആളുകൾ ഇവിടുത്തെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മദ്യ കച്ചവടത്തിലൂടെ ഇതുവരെ ഒരു കുറേയധികം ആളുകൾക്ക് ഇവിടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ആ തൊഴിൽ അങ്ങനെ തന്നെ തൊഴിലുണ്ടായിട്ടുണ്ടാകും. ആ തൊഴിൽ അങ്ങനെ തന്നെ നഷ്ടപ്പെടുന്ന രീതിയാണ്. ഇപ്പോൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിന് അനുബന്ധ തൊഴിലുണ്ട്. ഓട്ടോറിക്ഷക്കാരുണ്ട്, കടല വറക്കുന്നവരുണ്ട്, ചിപ്സ് ഉണ്ടാക്കുന്നവരുണ്ട്, ഓംലെറ്റ് അടിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇതിന് അനുബന്ധ തൊഴിൽ മേഖല അങ്ങനെ തന്നെ ഇല്ലാതാകും എന്നുള്ളത് ഒരു വിഷയം. രണ്ടാമത്തേത് സാംസ്കാരികമായ ജീർണത. എപ്പോഴും ഉടുതുണിയില്ലാതെ മദ്യപിച്ച് ബോധം കെട്ട് തെരുവിൽ കിടക്കുന്ന ആളുകളെ കണ്ട് വളരേണ്ട ഒരു തലമുറയാണോ നമുക്ക് വേണ്ടത് എന്ന മറുചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നടുവിലാണ് യഥാർത്ഥത്തിൽ മയ്യഴി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ പുതുച്ചേരി സർക്കാർ ഇനി എടുക്കാൻ പോകുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാന ഘടകமாக പ്രവർത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശബ്ദം ഉയരേണ്ടതുണ്ട്. അത് ഏത് വിധത്തിലായാലും, മദ്യഷാപ്പുകൾ വേണമെന്നായാലും മദ്യഷാപ്പുകൾ വേണ്ട എന്നായാലും. പറഞ്ഞോളൂ. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ മൂത്തോട്ടൻ്റെ അഭിപ്രായത്തോട് ഞങ്ങളൊക്കെ പൂർണ്ണമായി യോജിക്കേണ്ടി വരികയാണ്. കാരണം ഇവിടെ മദ്യം വിളമ്പിക്കൊണ്ട് ടൂറിസ്റ്റ് ആകർഷിക്കുക എന്ന് പറഞ്ഞത് ഒരു വിധത്തിലും ലോജിക്കിനോട് യോജിക്കുന്ന കാര്യമല്ല. മദ്യം വിളമ്പി ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിച്ച് ഇവിടുത്തെ ജനങ്ങളെയൊക്കെ രോഗാതുരാക്കിയിട്ട് കൊല്ലുക എന്നുള്ള അവസ്ഥ മാഹിയെ സംബന്ധിച്ചിടത്തോളം ഇനി അനുവദിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള ജനങ്ങൾ എനിക്ക് തന്നെ അറിയാം, എൻ്റെ സാമ്പ്രദായത്തിലുള്ള യുനോസ് ബഷീർ അടക്കമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ പഠിച്ച എത്രയോ ആൾക്കാർ ഇന്ന് നമ്മുടെ കൂടെ ഇന്നില്ല. മാഹിയുടെ മദ്യയുടെ ക്വാളിറ്റി തന്നെ ചണ്ഡീഗഡ് പോലുള്ള യൂണിയൻ ടെറിട്ടറീസ് ദേശീയപാത ഡീനോട്ടിഫൈ ചെയ്തുകൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. സമാനമായ വിധത്തിൽ പുതുച്ചേരി അങ്ങനെ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ ആ ഘട്ടം വന്നാൽ പറയാമെന്നാണ് MLA പറയുന്നത്. MLAയുടെ മേൽ സമ്മർദ്ദമുണ്ടോ നിങ്ങളുടെ? അല്ല, MLAയോട് ഞങ്ങൾ പൂർണ്ണമായ MLA പിന്നിൽ ഞങ്ങൾ ഉണ്ടാവും. കാരണം MLA മാഹിയുടെ ഈ MLA ഈ തവണത്തെ ജനങ്ങളുടെ കൂടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന MLA ആണ്. ഓക്കെ, പറഞ്ഞു. അതായത് 60 കോടി രൂപയാണ് കൊല്ലത്തിൽ ഈ മദ്യത്തിൻ്റെ വരുമാനം ഉണ്ടാകുന്ന പറയുന്നത്. ഈ 60 കോടിയിൽ 600 കോടി ചെലവഴിച്ചു കഴിഞ്ഞാൽ ഈ 15 വയസ്സ് മുതൽ 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ ഇവിടെ കുടിച്ചു മരിക്കുകയാണ്. ഇപ്പോൾ മാഹിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5% ജനങ്ങൾ ശരിക്കും മദ്യപാനികളല്ല. ഇവിടെ അമ്മമാരും കുട്ടികളും അതുപോലെയുള്ള ചെറുപ്പക്കാർ മുഴുവൻ എതിരാണ് ഈ മദ്യം കൊണ്ട്. ഒരു ജനക്ഷേമ സർക്കാർ ഒരിക്കലും ഈ മദ്യം കൊണ്ടല്ല ജനങ്ങൾ ഇതാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഇതിനെതിരാണ്. ഹലോ സാർ, മദ്യം ഒരു ഭക്ഷണമല്ല, മരുന്നല്ല. അതേ സ്ഥാനത്ത് ഈ മദ്യം കൊണ്ട് എത്രയോ കുടുംബങ്ങൾ നശിക്കുന്നുണ്ട്. 500-700 രൂപ പണിക്കൂലി കിട്ടിയിട്ട് ആ കുടുംബത്തിലെ ആ വരുമാനം എത്തുന്നില്ല. അത് മദ്യഷാപ്പിലേക്കാണ് പോകുന്നത്. ആ കുടുംബം ദരിദ്രമാണ്. അതേ സ്ഥാനത്ത് ഒരു ഭാഗം പറയുന്നു തൊഴിലില്ല, തൊഴിൽ മേഖല മറ്റു പലതും കണ്ടെത്താനുള്ള സംവിധാനമുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ മാഹിനെ കൊണ്ട്, ഒരു മദ്യത്തിനെ കൊണ്ട് മാത്രം അങ്ങനെ എത്രയോ സംസ്ഥാനം, എത്രയോ ഗ്രാമങ്ങളുണ്ട് മദ്യമില്ലാതെ അവരൊന്നും ജീവിക്കുന്നില്ലേ? സർ, ഞാനിത് എല്ലാ മദ്യഷാപ്പുകാരെ കൊണ്ടും അല്ല പറയുന്നത്. പക്ഷേ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു വസ്തു ഈ മയ്യഴി മാത്രമേ വിൽക്കപ്പെടുന്നുള്ളൂ. നമുക്കറിയാം, കോഴിക്കോടൊക്കെ തന്നെ ഈ പപ്പടം ഉണ്ടാക്കുന്നപ്പോൾ ഇഞ്ചിൻ ഓയിൽ ഒഴിച്ചിട്ട് പപ്പടം ഉണ്ടാക്കി എന്ന് പറയുന്നത് ഈ നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഉപഭോക്താക്കൾ ഈ മദ്യം കഴിക്കുന്നവരെ പറ്റി യാതൊരുവിധ ചിന്തയുമില്ല. അവൻ കുടിച്ച് വീണ് പോയാൽ ഒരു പൂച്ചക്കുട്ടിയെ നായ്ക്കുട്ടിയെ എടുത്ത് എറിയുന്നത് പോലെ മദ്യഷാപ്പിന്റെ ഉള്ളിൽ നിന്നും എടുത്ത് പുറത്തോട്ടൊക്കെ ചാടുകയാണ്.
അത്രയും നിലവാരം കുറഞ്ഞ ഒരു സാധനമാണ് ഇവിടെ വിറ്റത്. മയ്യഴി ഒരു ഫ്രഞ്ച് ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്നാണ്. മദ്യം ഞങ്ങൾക്ക് അയിത്തമൊന്നുമല്ല. പക്ഷെ എങ്ങനെ ഇവിടെ ഈ നിലവാരത്തിലേക്ക് എത്തിച്ചു? ഈ മദ്യമുദ്രകളെ പണത്തിന്റെ ആർത്തി പിടിച്ചവർ എല്ലാരെയും ഞാൻ പറയുന്നില്ല. വിഷമദ്യങ്ങൾ വിറ്റിവിടെ നിരന്തരമായ ആളുകൾ ഈ തെരുവിൽ വീട് മരിച്ചു. അവരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഇവരാരെങ്കിലും? അതാണ് എനിക്ക് പറയാനുള്ളത്. മാഹിയില് ഇത്ര കൊല്ലായിട്ട് മാഹിയിൽ ഇപ്പം എൻ്റെ അനുഭവത്തിൽ ഞാൻ 40 വർഷമായി ട്രേഡിലുണ്ട്. പക്ഷെ മാഹിയിൽ ഒരു ആക്സിഡന്റ് ആയിട്ട് മരിച്ചു, മാഹിത മദ്യം കുടിച്ചിട്ട് മരിച്ചുപോയി എന്ന് പറയുന്നത് ഒരു കേസ് മാഹി പോലീസ് സ്റ്റേഷനിലോ എല്ലാ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങളിലൂടെ ഉന്നയിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ആര് മസിൽ പവർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ലങ് പവർ ഉപയോഗിക്കാൻ ശ്രമിച്ചാല് ഞാൻ ഇപ്പൊ ഈ ചർച്ച ചെയ്ത് മാറ്റും. പറയും. അതുകൂടാതെ ഇവിടെ മദ്യം കഴിച്ചിട്ട് ഒരു ആക്സിഡന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതുവരെ ഉണ്ടായതായിട്ട് അദ്ദേഹം ഉന്നയിച്ച വാദം വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. എന്താണത്? ഇവിടെ വളരെ ചീപ്പായിട്ടുള്ള ഗുണനിലവാരം കുറഞ്ഞ മദ്യമാണ് കൊടുക്കുന്നത്. 30 രൂപയ്ക്ക് ഒരു ക്വാർട്ടർ കിട്ടും. ആ ക്വാർട്ടർ അടിച്ച് ഇവിടെ തന്നെ മുണ്ടുഴിഞ്ഞ് ഈ പറയുന്ന പാവപ്പെട്ട സ്കൂൾ കുട്ടികൾ പോകുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇതാണ്. നിങ്ങൾ കൊള്ളലാഭം എടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത്. കൊള്ളലാഭം എടുക്കാൻ വേണ്ടിയിട്ട് ഈ താണ സാധനം കൊണ്ട് വിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് വില കുറഞ്ഞ മദ്യങ്ങൾ മാഹിയിൽ ഉണ്ടെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷെ അതെന്തുകൊണ്ട്? കാരണം ഇവിടെ വന്നാൽ 30 രൂപയ്ക്ക് മദ്യം കിട്ടും. അതിനുവേണ്ടി രാവിലെ മുതൽ യാചിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ആ 30 രൂപ കൊണ്ട് മദ്യം വാങ്ങുക, എന്നിട്ട് ഈ പറയുന്ന സാംസ്കാരിക ദുരന്തം ഉണ്ടാക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇതിനകത്തുള്ള കച്ചവട കണ്ണുകൊണ്ടുണ്ടാകുന്നതാണെന്നാണ് വിലയിരുത്തൽ. ആയിരിക്കാം. പക്ഷെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഞങ്ങൾക്കില്ല. മാഹിയിലെ മദ്യം കഴിച്ചിട്ട് ഇവിടെ ഒരാൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന കേസല്ല. ഇവിടെയുള്ള സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. കൂടാതെ ഞാൻ മൂലക്കടവ് കോപ്പാലം ഭാഗത്തുള്ള ആളാണ്. 800 മീറ്ററിനുള്ളിൽ 14 ബാറുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു ദിവസം എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനായ രീതിയിൽ എനിക്കറിയാം. കൂടാണ്ട് എത്ര ആൾ അവിടെ മരിക്കുന്നുണ്ടെന്നോ എത്ര ആൾ അവിടെ സുഖമില്ലാതെ കിടക്കുന്നുണ്ടെന്നോ അവിടെ അന്വേഷിച്ചാൽ തിരിയും. ഇപ്പം നിങ്ങൾ ഈ മാഹിയിലുള്ള ഈ ഒരു പൂട്ടിയതിന് ശേഷം അവിടെ വരുന്ന ഏറ്റവും കൂടുതൽ രാത്രി 2 മണിക്കൊക്കെ വീട്ടിന് മുമ്പിൽ ആൾക്കാർ വന്ന് കിടക്കുന്നുണ്ട്. 2 മണിക്ക് 3 മണിക്കൊക്കെ. ഇത് ഇവിടുന്ന് കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ഒരു എന്താ പറയുക വ്യാപാര വ്യവസായൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമം പാലിക്കുന്ന ഒരാളുണ്ട് അവിടെ? ഏതെങ്കിലും ഒരാൾ നിയമം പാലിക്കുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ വേസ്റ്റ് തള്ളിവിടുന്ന പുഴയിലേക്കാണ്. ഏറ്റവും കൂടുതൽ ബാറിൻ്റെ ഉള്ളിൽ കൗണ്ടർ, ഒരൊറ്റ കൗണ്ടറിന് ലൈസൻസ് ഇല്ല. എത്ര ഉള്ളിൽ തന്നെ 3-4 കൗണ്ടർ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നും ലൈസൻസ് ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ പാലിക്കാതെ ചെയ്യുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള കാര്യം മാത്രം, വേറെ ഒന്നുമല്ല. അവിടെയും പറയാം കേട്ടോ. പറഞ്ഞു. ഇപ്പം മദ്യത്തിന്റെ അതിപ്രസരം ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. പക്ഷെ വ്യാപാരികളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് എന്റെ രീതി. ഇവിടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. 120 കോടി രൂപയാണ് മദ്യത്തിന്റെ 60 കോടി രൂപക്ക് പുറമെ 120 കോടി രൂപയാണ് സെയിൽ ടാക്സ് ഇനത്തിൽ ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 120 കോടി രൂപ ഇവിടുത്തെ പെട്രോൾ അടിക്കാൻ ആളുകൾ വരുമ്പോൾ ഇവിടുന്ന് കുറച്ച് സാനിറ്ററി വാങ്ങി, ടൈൽസ് വാങ്ങി, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങി, 5 കുപ്പി മാഹിയിലുണ്ടാകുമ്പോൾ 5 കുപ്പിയും വാങ്ങാം, മറ്റ് സാധനങ്ങളും വാങ്ങാം എന്നൊരു രീതിയിലാണ് ഉപഭോക്താക്കൾ മയ്യടിയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഉപഭോക്താക്കൾ മയ്യടിയിലേക്ക് കടന്നു നിയമവിരുദ്ധവും കൂടിയാണല്ലേ? സാധനങ്ങൾ വാങ്ങി അങ്ങോട്ടേക്ക് നിയമപാലകനല്ല ഞാൻ അതാണ് കാര്യം പറഞ്ഞത്. അതായിരിക്കാം. അപ്പൊ ഈ രീതിയിലാണ് മാഹിയിൽ വ്യാപാരങ്ങൾ നടക്കുന്നത്. അത് മറ്റു പല മേഖലകളിലും ഗുണങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ കണ്ണൂരും കോഴിക്കോടും ഉള്ള കച്ചവടക്കാരെന്താ അവർ പൂട്ടിപ്പോണോ? ഈ ലോകത്തുള്ള മുഴുവൻ വ്യാപാരികൾക്കും അല്ലെങ്കിൽ ഉപഭോക്താക്കളും കൂടി തുറന്നു വെച്ചതല്ല മയ്യഴി എന്ന് പറയുന്ന പ്രദേശം. ആർക്കും ഇവിടെ വന്ന് എന്തും വാങ്ങിയിട്ട് കടത്തിക്കൊണ്ടുപോകുന്ന പ്രദേശമല്ല ഇത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ പേരിൽ ഇവിടെ വന്ന് മദ്യം കഴിക്കുകയും ഇവിടെ ഒരുപാട് ദുരിതങ്ങൾ വിതരണം ചെയ്യുന്നവരാണ്. അതൊരിക്കലും മയ്യഴിക്കാർ അനുവദിക്കുകയില്ല. മാഹിയെ സംബന്ധിച്ചിടത്തോളം മാഹിയിൽ കേരളത്തിലത്തെ മാതിരി ഇവിടെ ഒരു മദ്യ ദുരന്തം ഉണ്ടാവുന്നില്ലെങ്കിൽ കൂടി മാഹിയിൽ മദ്യ ദുരന്തം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇതുകൊണ്ട് ഒരു മരണമല്ല, രോഗമായിട്ടും എത്ര പേര് മരിച്ചുകൊണ്ടേ ഇരുന്നുകൊണ്ടിരിക്കുന്നു. ഞാനും അതിനൊരേരിയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോ ഇവിടുന്ന് ഒഴിവാവുന്ന ഷോപ്പുകളെല്ലാം ഞങ്ങളുടെ ജനകീയ സ്ഥലങ്ങളിലേക്കാണ് വരുന്നത്. അത് ഞങ്ങൾക്ക് ദേശത്തുള്ള ആളുകൾക്ക് വളരെയധികം ഉപദ്രവം ചെയ്യും. അതിനും ഞങ്ങൾക്ക് വഴി കാണണം. അത് കുറെ ചെറുപ്പക്കാർ ഇപ്പൊ ഞാൻ വരുമ്പോ അങ്ങോട്ട് പറഞ്ഞു, ചേച്ചി പോകുന്നുണ്ടല്ലോ, പോയിന്നുണ്ടെങ്കിൽ പറയൂ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറയൂ, ഞങ്ങൾക്ക് ഇത് പോണെന്ന് വിടുന്നില്ല.
നല്ല മദ്യം എന്തുകൊണ്ട് മാഹി കൊടുത്തുകൂടാ? എന്തുകൊണ്ട് ഗവൺമെന്റ് കേരളത്തിൽ കൊടുക്കുന്ന മാതിരി ഇവിടെ ഒരു ഇത് തുടങ്ങിക്കൂടാ? അങ്ങനെ തുടങ്ങി അല്ല, അതേമാതിരി ഒരു സംസ്കാരം ഇത് ഇവിടെ കൊണ്ടുവരണ്ട. മാഷി വരെ ഉണ്ടല്ലോ, എനിക്ക് ഭരിക്കാനും പറയാനല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വിധവകളുള്ള ജില്ലയാണ് മയ്യഴി എന്ന് പറയുന്നത്. മയ്യഴി യൂണിറ്റ് ടെറിട്ടറിന്റെ കണക്ക് പ്രകാരം മയ്യഴിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിധവകളുള്ളത്. മറ്റൊരു കണക്ക് പ്രകാരം പറയുന്നത് പുരുഷന്മാരുടെ ആയുസ് ഫസ്റ്റ് ഡാം ആൻഡ് ഡ്യൂ അവിടെയാണ് ഏറ്റവും ആയുസ് കുറവ്. അത് കഴിഞ്ഞാൽ മയ്യഴി മേഖലയിലാണ് ആയുസ് കുറവ്. സാർ, എനിക്ക് 43 വയസ്സേ ഉള്ളൂ. എന്റെ പ്രായമുള്ള എന്റെ കൂടെ പഠിച്ച ചങ്ങായിമാരെ ഇന്ന് കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. യഥാർത്ഥത്തിൽ മയ്യഴിയിലെ ആളുകളല്ല ഇവിടെ മദ്യപിക്കുന്ന ഭൂരിഭാഗവും പുറത്തുനിന്നുള്ള ആളുകളാണെന്നാണ് വേറൊരു വാദം. സാർ, അങ്ങനല്ല സാർ, ഒന്ന് മനസ്സിലാക്കേണ്ടത് മയ്യഴിയിലെ ഒരു പരമ്പരാഗത സമൂഹം മദ്യപിച്ച് നശിച്ച് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയി. ഇന്ന് കാണുന്ന ഈ പൊലിമയെല്ലാം അവരൊക്കെ പോയതിനു ശേഷം വന്ന ആൾക്കാരുടെ പൊലിമയാണ്. ഇവിടെയുള്ളവരെല്ലാം ഉണ്ട്. കാരണം അത്രയും മദ്യത്തിന്റെ നാശം തലമുറകൾ കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. തീർച്ചയായും ഇതിനൊരു അറുതി വേണം. ഇന്ത്യത്തെ കണക്ക് പ്രകാരം തന്നെ ഞങ്ങൾ പറയുന്നത്, ഉണ്ടാക്കി പറയുന്ന കണക്കല്ല. ഈ വിധവകളുടെ കാര്യം പരിഹരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത്ര പ്രതിഷേധം ജനങ്ങൾക്ക് ബാധയുള്ളത് ഈ മദ്യവ്യാപാരികളും ഉദ്യോഗസ്ഥന്മാരും. സാർ, എക്സൈസ് എന്ന് പറയുന്നത് എന്താന്ന് കേരളത്തിൽ പോയാൽ കാണാം. യൂണിഫോം ഇട്ട ആൾക്കാർ. മാഹിയിൽ ആരാ എക്സൈസുകാരനെ കണ്ടത്? മാഹിയിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? മാഹിക്ക് എക്സൈസിന്റെ ഒരു വണ്ടി ഉണ്ടോ? 64 ബ്രാൻഡ് ഷാപ്പ് പരിശോധിക്കാനുള്ള ഒരു ലാബ് ഉണ്ടോ? എന്ത് കുന്താ മാഹിയിൽ ഇവരുള്ളത്? ഈ ഒന്നുമില്ലാതെ ഈ ജനങ്ങളെ പറ്റിക്കല്ലേ ചെയ്യുന്നത്. ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇരിക്കാൻ ഒന്ന് മൂത്രയ്ക്കാനുള്ള ഒരു മൂത്രപ്പുര ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇവിടെ എത്ര പരിതാപകര മനുഷ്യനാണ്. ലക്ക് കെട്ടിട്ട് ഒന്ന് ഇരിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു കസാലയോ ഒരു ബെഞ്ചോ ഒന്ന് ഇരിക്കാനുള്ള എവിടെയെങ്കിലും ഇരുന്നാൽ അടിച്ചോടിക്കുന്ന പോലീസ്. കുറച്ചുകൂടി മാന്യമായിട്ട് മനുഷ്യത്വത്തോടുകൂടി ഈ അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യ വളരുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നു സാർ. നമ്മുടെ നാട്ടിൽ വരുന്ന ആളുകളെ അടിച്ചോടിക്കുന്നതും ഇങ്ങനെയുള്ള വൃത്തിയായിട്ട് മൂത്രത്തിൽ കിടക്കുന്നതും ഛർദ്ദിച്ച് കിടക്കുന്നതും അത് പട്ടി വരെ വന്ന് പൊടുത്തായിട്ട് അടുത്ത് നിൽക്കുന്നതെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. മനുഷ്യത്വത്തിന്റെ മഹിമയ്ക്ക് ഈ വിധി വളരെ സ്വാഗതാർഹമാണ്. ഇവിടെ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ വഴിയിലായിരിക്കും, മുനിസിപ്പാലിറ്റി ആയിരിക്കും അത് ചെയ്യേണ്ടി വരിക. പക്ഷേ എന്നാൽ പോലും ഇത്രയധികം റവന്യൂ ഉണ്ടാക്കുന്ന മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഇത്രയധികം സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന ബാർ ഉടമകളോ ഇവിടെ കുടിച്ചു കിടക്കുന്നവൻ മരിച്ചു കിടക്കുന്നവനെ മോർച്ചറിയിൽ എത്തിക്കാനെങ്കിലും ഒരു ശ്രമം നടത്തണ്ടേ എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ളൊരു ചോദ്യം. അതൊക്കെ ചെയ്യാറുണ്ട്. കുടിച്ചു കിടക്കുന്നവനെ മാറ്റി കിടത്താറുണ്ട്. അതേപോലെ റോഡുമ കണ്ടു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ച് അതെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുമുണ്ട്. ഉണ്ടെന്ന് പറയുന്നു. മാഹിയിൽ എന്തിനാണ് ഇത്രയധികം ബാറുകൾ എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ വ്യാപാരി വ്യവസായയുടെ പ്രതിനിധി പറഞ്ഞു കുടിക്കേണ്ട ആൾക്കാർ കുടിച്ചിട്ട് പോയിക്കോട്ടെ, ബാക്കിയുള്ള അവിടെ നിന്നോട്ടെ. ഇവിടെ വൈകുന്നേരങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആൾക്കാർക്ക് റോഡിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉടുതുണിയില്ലാതെയാണ് റോഡ് സൈഡിൽ ഓരോരുത്തർ കിടക്കുന്നത്. ഇത് കാരണം ആളുകൾ മടിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ. നമ്മുടെ അമ്മ പെങ്ങന്മാര് റോഡിലേക്ക് ഇറങ്ങാൻ മടിക്കുകയാണ്. ഈ ഒരു അവസ്ഥ ഇവിടെ മാഹിയിൽ നിന്ന് മാറ്റേണ്ടത് തന്നെയാണ്, മാറ്റപ്പെടണം. ഞാൻ അങ്ങനെ ഒരു വാക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് മാഹിയിലെ വ്യാപാര മേഖല തകർന്നു പോകും, തൊഴിൽ മേഖല തകരും, പോണ്ടിച്ചേരി ഗവൺമെന്റ് നികുതി ഇനത്തിൽ പണം കുറയും, അത് നമ്മളുടെ വികസനത്തെ ബാധിക്കും എന്നുള്ളതല്ലാതെ വേറെ തരത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. തികച്ചും തെറ്റായിട്ടുള്ള വാദമാണത്. മയ്യഴിയെ ഇവർക്കാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. മയ്യഴി മാതാവായാലും വെള്ളിയാങ്കല്ല ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ മയ്യഴി പുഴയോര ആയിക്കഴിഞ്ഞാലും ഇവിടെയുള്ള ഒരുപാട് മേഖലകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും അറിയോ, ഇവിടെ 2 ഇന്റർനാഷണൽ കമ്പനീസ് ഉണ്ട്. 600 ആളുകൾ 3 ഷിഫ്റ്റിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇത്തരം സംവിധാനങ്ങളുള്ള ഒരു മയ്യഴിയിൽ വെറും കള്ളുകൊണ്ടും അല്ലെങ്കിൽ കോഴിക്കച്ചവടം കൊണ്ടും മാത്രമേ മയ്യഴിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള വാദമാണ്. അത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ എഞ്ചിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് പോലും മദ്യപിക്കാൻ വേണ്ടി മാത്രമുള്ള മയ്യഴി എന്നുള്ള നിലയിൽ മദ്യഴിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം കൂടിയിട്ട്. അതിനെതിരെയുള്ള പോരാട്ടവും കൂടിയാണിത്. ശ്രീ മുകുന്ദൻ, മയ്യഴി പുഴയുടെ തീരങ്ങളിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച വെള്ളിയാങ്കലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. അങ്ങകലെ കണ്ണീനീർ തുള്ളി പോലെ വെള്ളിയാങ്കല് പരന്നു കിടക്കുന്നത് കാണാം. അതിൽ തുമ്പികളെ പോലെ ആത്മാക്കൾ പറന്നു നടക്കുന്നു. അതിലൊരാൾ ദാസനും മറ്റൊരാൾ വിജയനും. പിന്നീട് താങ്കൾ തന്നെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ഈ വെള്ളിയാങ്കല് പോലും ചെറുപ്പക്കാർ മദ്യപിക്കുന്നതിനുള്ള വേദിയാക്കിയെന്ന്, കേന്ദ്രമാക്കിയെന്ന്. അതിൽ താങ്കൾ പരിതപിച്ചിരുന്നു. മദ്യപിക്കുന്നതിനെ എതിർക്കുന്നയാളല്ല എങ്കിൽ പോലും ഈ മുഴുക്കുടി ഈ തലമുറയെ തന്നെ നശിപ്പിക്കുന്നു എന്ന് കരുതുന്നയാളായിരുന്നു താങ്കൾ. ആ നിലയ്ക്ക് താങ്കളുടെ തലമുറയുടെ ഈ ശാപം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ 31/3/2017 വിധിക്ക് സാധിക്കുമോ? ഞാനത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണുന്നു. അതിന് ഞാൻ നേരത്തെ അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞല്ലോ. ലോകത്തിലെല്ലായിടത്തും മദ്യപാനികളുണ്ട്,
ലോകത്തെല്ലായിടത്തും മദ്യം കഴിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ഏറ്റവും മദ്യത്തിൻ്റെ പർവ്വതീസ എന്ന് പറയുന്ന പിന്നെ പാരീസിൽ അവിടെ ചില വൈനിൻ്റെ വളരെ വില കുറവാണ്. ഒരു കുപ്പി വെള്ളത്തേക്കാൾ വില കുറവാണ് ചില വൈനിന്. പക്ഷെ എന്നിട്ട് പോലും അവിടെ നമ്മൾ വഴിയിൽ എവിടെയും മദ്യം കഴിച്ച് ബോധം കെട്ടെടുക്കുന്ന ഒരാളെ കാണുന്നില്ല. അപ്പോഴും ഇത് കേരളത്തിൻ്റെ മാത്രമായിട്ടൊരു സവിശേഷതയാണിത്. ഇങ്ങനെ ഈ അമിതമായിട്ടുള്ള ആസക്തികൾ, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് നിയന്ത്രണം വേണ്ടി വരുന്നത്. മദ്യത്തിൻ്റെ ലഭ്യത കുറക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു വഴി. അപ്പം മദ്യം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനതിനെതിരല്ല. പക്ഷെ അതിന് ഒരു നിയന്ത്രണം ആവശ്യമാണ്. ആ നിയന്ത്രണത്തിന് മലയാളികൾക്ക്, പ്രത്യേകിച്ച് മയ്യഴിക്കാർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഒരു പ്രശ്നം എന്നുള്ളത്, അല്ലാതെ മദ്യത്തിൻ്റെ കുറ്റമല്ല. ഇപ്പം അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കറണ്ട് ഒരു വയറിൽ തൊട്ടാൽ ഷോക്ക് അടിച്ച് നമ്മൾ മരിക്കില്ലേ, പക്ഷെ നമ്മളത് തൊടുന്നില്ല. അതുപോലെയുള്ള ഒരു മുൻകരുതൽ മദ്യത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമുണ്ട്. അത് നല്ലൊരു പാനീയമാണ്. പ്രത്യേകിച്ചിട്ട് എഴുത്തുകാർ അല്ലെങ്കിൽ കലാകാരന്മാർ അവർക്കൊക്കെ ഉത്തേജിപ്പിക്കുന്ന, പലപ്പോഴും അവർക്ക് പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് മദ്യം. അത് ഒരു വസ്തുതയാണ്, അതിന് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ നിയന്ത്രിച്ചുകൊണ്ട് വല്ലപ്പോഴൊക്കെ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് പോലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് കണ്ടിട്ടുണ്ട് ചില അവിടെയുള്ള എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ബുദ്ധിജീവികളുടെയൊക്കെയുള്ള ചില കൂട്ടായ്മകളിൽ. ഇപ്പോൾ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്റർ അല്ലെങ്കിൽ ഇന്ത്യ ഹാബിറ്റാറ്റ് സെൻറ്റർ, അവിടെയൊക്കെ കലാകാരന്മാരെയും എഴുത്തുകാരും ബുദ്ധിജീവികളൊക്കെ ഒത്തുചേർന്ന് അവർ അല്പം മദ്യം കഴിക്കുന്നു, സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. അവിടെ നിന്ന് പല ആശയങ്ങളും ഉരുത്തിരിഞ്ഞ് വരും. പക്ഷെ അവരാരും നമ്മളെ കേരളത്തിലെ പോലെ ഇങ്ങനെ മദ്യം കഴിച്ച് ഈ ഉടുതുണി അഴിച്ച് വാതവക്കൽ കിടക്കുന്നില്ല, അശ്ലീലം വിളിച്ചു പറയുന്നില്ല, കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്നില്ല. അപ്പം പ്രശ്നം മദ്യത്തിൻ്റെ അല്ല, നമ്മുടെ മലയാളിയോടാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തെ ഈ മദ്യ നിരോധനം എന്നുള്ളതോ അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയോ ഒരു മലയാളികളുടെ ആ ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു പരിസരത്തിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണണം. അതിനെ എനിക്ക് തോന്നുന്നത് സാമാന്യവൽക്കരിക്കാൻ കഴിയില്ല. കാരണം മറ്റ് പഞ്ചാബിലോ ഡൽഹിയിലുള്ള പ്രശ്നമല്ല കേരളത്തിലുള്ളത്. മദ്യം കുടിച്ച് വീണ് കഴിഞ്ഞാൽ എടുക്കുന്നുണ്ട്. ഒരു കുട്ടിനോട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? നിങ്ങൾ അടിച്ചിട്ട് പാലത്തിന് അപ്പുറം ഓടിക്കാന്നല്ല, അവിടെ നോക്കാനാണ് ഒരു പൈസ എടുക്കാൻ ഓട്ടോസ് കയറ്റി വിടുമോ? നിങ്ങൾ അവിടുന്ന് എല്ലാത്തിനും അടിച്ച് പാലത്തിന് അപ്പുറം പറഞ്ഞാൽ ചെയ്യുന്നത്. വ്യാപാരി വ്യവസായ നേതാവിനോടും ലിക്കർ അസോസിയേഷൻ നേതാവിനോടും എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ പറയുന്നു ഇവിടെ തൊഴിലിന്റെ പ്രശ്നം, 600ഓളം ആൾക്കാർ ഇവിടെ മദ്യ ഷാപ്പുകളിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുന്നത് ഇന്നത്തെ പത്രത്തിൽ വാർത്ത കണ്ടു. ഇതിൽ ഈ 600 പേരിൽ എത്ര ആൾ ഇവിടെ ലേബർ വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? അവർക്ക് നിങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. ഈ തൊഴിൽ നഷ്ടം എങ്ങനെയാണ് നികത്താൻ പോകുന്നത്? തരൂ. ഈ തൊഴിൽ നഷ്ടം തന്നെയാണ്. അവരോട് ഇനി പൊയ്ക്കോളാൻ പറയുകയാണ് അല്ല, അവർക്ക് കോമ്പൻസേഷൻ്റെ അടുത്ത് ഒഴിവാക്കിയല്ലാണ്ട് ഞങ്ങളുടെ അടുത്ത് വേറെ വകുപ്പൊന്നുമില്ല. അത് സർക്കാരാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ കച്ചവടം നിർത്തി കഴിഞ്ഞാൽ പിന്നെ വേറെ കച്ചവടമൊന്നും ചെയ്യില്ല. ഞങ്ങൾ ചെയ്യും. അതിൽ പറ്റുന്ന ആളെ നമ്മൾ ആ തൊഴിലിനെടുക്കുകയും ചെയ്യും. നമുക്ക് കൂടുതൽ വിഷമം അവരുതാണ്. എന്താ വെച്ചാൽ 10-30 വർഷമായിട്ട് നമ്മൾ ജോലി ഇവിടെ മാഹിയിൽ തന്നെ എത്ര പേരുണ്ടാവും അങ്ങനെ തൊഴിൽ നഷ്ടപ്പെടാൻ? പ്രത്യക്ഷത്തിൽ, പരോക്ഷമായിട്ട് ഈ പറയുന്ന കപ്പലണ്ടി കച്ചവടക്കാരൊക്കെ വിടുക, പ്രത്യക്ഷത്തിൽ തന്നെ എത്ര കച്ചവടക്കാർ കടകളിലായിട്ട് ജോലി ചെയ്യുന്നത് ഒരു 300-400 പേരുണ്ടാവും. അവരെ പുനരധിവസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ തൊഴിലിന് പറ്റുന്ന ആളെ എടുക്കും, അല്ലാത്ത ആളെ ഇപ്പോൾ ഒഴിവാക്കിയല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. സംസ്ഥാന ഗവൺമെന്റ് വേറൊരു വിഷയമാണ് പുതുച്ചേരിയുടേത് എന്നുള്ളത് പറയുന്നത്. 9,000 കോടി രൂപ നഷ്ടം വരും. ഈ 9,000 കോടി കണ്ടിട്ടാണ് ഞാൻ സംസ്ഥാന ബജറ്റ് ഉണ്ടാക്കിയെന്നാണ് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പറയുന്നത്. സമാനമായ വിധത്തിൽ ഈ 60 കോടി കണ്ടിട്ടായിരിക്കും പുതുച്ചേരിയും ബജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ ഈ റവന്യൂ നഷ്ടം പരിഹരിക്കാൻ വേണ്ടി പുതുച്ചേരി എന്തെങ്കിലും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ലേ? എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുള്ളത് ആരെയാണ് നിങ്ങൾ ഇതിനകം സമീപിച്ചിട്ടുള്ളത്? പുതുച്ചേരിയിൽ നമ്മൾ MLA വഴിയാണോ പോകുന്നത്? MLA CPM-ന്റെ പിന്തുണയോടുകൂടി ജയിച്ചിട്ടുള്ള ആളാണ്. CPM ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ഇവിടെ മദ്യഷാപ്പുകൾ ഇനി മാറ്റി സ്ഥാപിക്കേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ഥലം MLA-യുടെ പിന്തുണ ഇക്കാര്യത്തിൽ കിട്ടുമോ? സ്ഥലം MLA ഒന്നും മിണ്ടുന്നുമില്ല, ഇല്ല, കൊടുക്കില്ല. മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു ശ്രമവും അനുവദിക്കില്ല. അല്ല, മാറ്റി സ്ഥാപിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കിട്ടിയാലേ ഞങ്ങൾ പോവുള്ളൂ, ഇല്ലെങ്കിൽ മാറ്റുകയില്ല. അതിന് പറ്റിയ ഒരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റിയ സ്ഥലം ആണെങ്കിൽ ഇതിങ്ങനെ മാറ്റി സ്ഥാപിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമോ? കാരണം പുതുച്ചേരി മാഹിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലായിടത്തും കടകളുണ്ട് അല്ലേ, ഊടുവഴികളുണ്ട്. ആ കടകൾ എന്ന് പറയുന്നത് മദ്യഷാപ്പുകളായി രൂപാന്തരം പ്രാപിക്കും. മയ്യഴിയിൽ 62-ൽ 32 എണ്ണം പൂട്ടിയത് ഇനി തുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി തുറക്കണം എന്നുണ്ടെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിൽ മാത്രമേ സാധിക്കുള്ളൂ. അതിനെതിരെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടുള്ള പോരാട്ടത്തിൽ മയ്യഴിക്കൂട്ടം ഉണ്ടാവും. അത് സമ്മതിക്കുന്ന ഒരു വിഷയം. നിയമപരമായ പോരാട്ടം ഉണ്ടാവുക, ജനക്കൂട്ടത്തിനകത്തേക്ക് പോകാനാണ് സുപ്രീം കോടതി വിധി. ഇല്ല, ഇവിടെ ഓൾറെഡി എല്ലാ മൂലക്കും എല്ലാ പഞ്ചായത്ത് വാർഡിലും ജനകീയ സമിതികൾ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞ്
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്യം വിൽക്കുക എന്നുള്ളത് ഒരു സിറ്റിസന്റെ റൈറ്റ്സ് അല്ല. അതുകൊണ്ട് തന്നെ ജനകീയ കൂട്ടായ്മകൾ രൂപപ്പെടുകയും അതൊരു ലോ ആൻഡ് ഓർഡർ വിഷയമാവുകയും ചെയ്താൽ സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു പോലീസുകാരനെ ആ ഷോപ്പ് തടയേണ്ടത് വരും. അത് തടയും, അതിൽ യാതൊരു സംശയവും ലോ ആൻഡ് ഓർഡർ വിഷയമായാലല്ലേ ആവും. ജനങ്ങളെ കേരളത്തിലേക്ക് പോകുന്നത് അത് ലോ ആൻഡ് ഓർഡർ വിഷയമാവും. ഇവിടെ ഒരിക്കലും മദ്യശാല ഇവിടെ നടത്തുന്നവർക്ക് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. കാരണം ഇവർക്ക് മാഹി മെയിൻ റോഡിൽ മാത്രമല്ല, ഇവരുടെ എല്ലാവരുടെയും ഷോപ്പുകൾ മാഹിയുടെ മറ്റ് ഭാഗങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇവിടെ അടച്ചത് കൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് നഷ്ടം വരുന്നില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊഴിൽ ചെയ്യുന്ന മിക്കവാറും ആളുകൾ നേപ്പാളികളും ബംഗാളികളൊക്കെയാണ്. അതിലും ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താഴ്ന്ന ശമ്പളം കൊടുത്ത് അതിലൂടെയും ലാഭം ഉണ്ടാക്കാനാണ്. അല്ലാതെ ഇവിടുത്തെ മാഹി ജനങ്ങൾക്ക് വേണ്ടിയോ മാഹിയിൽ അധികം ജനങ്ങളോ ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്നുള്ള വേറൊരു കാര്യം. മദ്യത്തിന്റെ ആളുകളുള്ളൂ 7 പേരാണ് വിവരാവകാശ പ്രകാരം ഞങ്ങൾക്ക് ലഭിച്ച രേഖ നമ്മൾ സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തൊഴിലാളികളുടെ എണ്ണം പറഞ്ഞിട്ട് കണ്ണീര് ഒഴുക്കേണ്ട ആവശ്യമില്ല. 7 ആളുകളാണുള്ളത്. 7 ആളുകളാണ് പ്രോവിഡന്റ് ഫണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇവിടെയുള്ള അംഗീകൃത തൊഴിലാളികളുള്ളത്. അതല്ല എന്ന് പ്രേമട്ടം പറയട്ടെ. കോടതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇത് സബ്മിറ്റ് ചെയ്ത രേഖയാണ്. അതുകൊണ്ട് ഇല്ലാത്ത തൊഴിലാളികളെ കണ്ണീര് ഒഴുക്കേണ്ട ആവശ്യമില്ല. സാർ, ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന മയ്യഴിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വിഷയം, ആളുകൾക്ക് 10 രൂപയ്ക്ക് ഒരു സാധനം ഒരു കടയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ 10 രൂപ 5 രൂപയുടെ സാധനം കിട്ടുന്ന കടയിൽ നിന്ന് അയാൾ വാങ്ങിക്കും. ഈ ചുറ്റുവട്ടത്ത് നിന്നും കേരളത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ മദ്യത്തിന് വിലക്കുറവുള്ളത് കൊണ്ടാണ്. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞു, മാഹിയിൽ വന്ന് എന്ത് സാധനവും വാങ്ങിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല മയ്യഴി എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ വില വർദ്ധിപ്പിക്കുവാനോ മൂല്യമുള്ള മദ്യം ഉണ്ടാക്കുവാനോ നിയമസഭയിൽ ഇന്നേ വരെ എന്തെങ്കിലും സാർ പ്രവർത്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു സബ്മിഷനായിട്ട് കൊണ്ടുവരാൻ സാർ ഇനി ഉദ്ദേശിക്കുന്നുണ്ടോ? എനിക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ. കഴിഞ്ഞ തവണ ബജറ്റ് സെഷനിൽ ഈ കാര്യം ഞാൻ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിരുന്നു. മയ്യയിലെ മദ്യത്തിന്റെ നിലവാരത്തെക്കുറിച്ചും ആ നിലവാരം ഉയർത്തുന്നതിനെ കുറിച്ചും നിലവാരത്തെക്കുറിച്ച് പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അത് മാത്രമല്ല, പുതുശ്ശേരി സംസ്ഥാനത്തെ ചാരായ ഷാപ്പുകൾ മാറ്റുമ്പോൾ അവിടെ പുതിയ ഫോറിൻ ലിക്കർ ഷാപ്പുകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ ആവശ്യം കൊണ്ട് മയ്യയിലേക്ക് വരരുത് എന്ന് ഞാൻ ചീഫ് മിനിസ്റ്ററോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചില സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ബംഗാളിലൊക്കെ ചാരായം കൊടുക്കുന്നുണ്ട്. ഒരു കുപ്പിയിൽ ചാരായം കൊടുക്കും 10-25 രൂപയുള്ളൂ. ആ സമാനമായിട്ടുള്ള മദ്യ വ്യാപാരം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇവിടെ അങ്ങനെ ഒരു വില കുറഞ്ഞ മദ്യവിൽപ്പന നടന്നിരുന്നു. ചോദ്യം മയ്യഴിക്കൂട്ടത്തിനോടാണ്. കാരണം അവര് സുപ്രീം കോടതിയിൽ പോയി ഇങ്ങനെയുള്ള ഒരു വിധി വാങ്ങിക്കൊണ്ടുവന്ന് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാല് മദ്യവിരുദ്ധ സമിതിയുമായി ചേർന്നാണ് ഇവർ ഇത് ചെയ്തതെന്ന് പറയുകയാണ്. ഇപ്പൊ ഇടതുകാലിന്റെ മന്ത് വലതുകാലിൽ വന്ന പോലെയുള്ളത്. അപ്പം മദ്യനിരോധനമോ മദ്യവർജനവോ നിങ്ങളുടെ അജണ്ടയിലുണ്ടോ? അതിനെന്തെങ്കിലും പ്രഖ്യാപിത നയങ്ങളോ പരിപാടികളോ ഉണ്ടോ? ഇത് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് അവസാന പോരാട്ടമല്ല. ഇതിന്റെ ആദ്യഘട്ട പോരാട്ടമാണ് ഈ സുപ്രീം കോടതി എന്നുള്ള വിധി. ഇനി അങ്ങോട്ടുള്ള പല പോരാട്ടങ്ങളുണ്ട്. പല പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ പല ആളുകൾക്കും, ഉദാഹരണം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും മൾട്ടിപ്പിൾ ലൈസൻസ് ഉണ്ട്. ഒരേ വ്യക്തിക്ക് തന്നെ 2 ലൈസൻസ് ഉണ്ട്. അതിനെ നിയന്ത്രിക്കാൻ ബഹുമാനപ്പെട്ട MLA ആയിട്ട് സഹകരിച്ചുകൊണ്ട് ഭരണ സംവിധാനത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ അത് തന്നെ പകുതിയാവും. ഒരാൾക്ക് ഒരു ലൈസൻസ് എന്നുള്ള സംവിധാനം ഉണ്ടായാൽ തന്നെ 64-ൽ നിന്ന് പകുതിയായിട്ട് കുറയാൻ കഴിയും. ഈ മദ്യത്തിന്റെ പ്രശ്നം മയ്യഴിയിൽ ഉണ്ടായത് ഈ അടുത്തൊന്നുമല്ല. വളരെ കാലം മുമ്പേ പുതുച്ചേരി ഭരിച്ച സർക്കാരുകളാണ് ഇതിന് ഉത്തരവാദികൾ. അതേപോലെ തന്നെ ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മദ്യഷാപ്പുകൾക്ക് ലൈസൻസ് നൽകുന്നുണ്ട്. എന്നാൽ അതിൽ ബാർ ലൈസൻസിന്റെ ടൈമിംഗ് രാവിലെ 8 മുതൽ രാത്രി 11 മണി വരെയാണ്. എന്നാൽ മയ്യഴിയിലെ മദ്യഷാപ്പ് ഉടമകൾ അത് 9:30 മുതൽ രാത്രി 9 വരെയാക്കി വെട്ടിക്കുറച്ചിരുന്നു. അപ്പൊ ഇതൊന്നും കാണാതെ മദ്യം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങള് പർവ്വതീകരിച്ച് പറയുന്നത് ഒരു ശരിയല്ല. ഇത് വരുന്ന കാലത്ത് ആരും ശബ്ദമുയർത്തിയില്ല എന്നുള്ളതാണ് ഒരു മുഖ്യമായ പ്രശ്നം. ഇത് വരുന്ന കാലത്ത് നമ്മളെല്ലാവരും, എല്ലാ ആളുകളും, മാഹിക്കാർ മുഴുവൻ ഇത് നോക്കി നിന്നു. ഇതിപ്പം വന്നു കഴിഞ്ഞാൽ ഇതൊരു വിപത്തായി കാണുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനവാസ കേന്ദ്രത്തിലേക്ക് ഇത് മാറ്റുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം മാറ്റുന്നത് ശരിയല്ല, അങ്ങോട്ട് വേണ്ട. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇന്ത്യയിലെ ഒരു കൺസ്യൂമർ റൈറ്റാണ് ഏത് സ്ഥലത്തും പോയി ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നുള്ളത്. ആ കൺസ്യൂമർ റൈറ്റ് പ്രകാരമാണ് ഇവിടെ മാഹിയിൽ നിന്ന് പുറത്തുള്ള ആളുകൾ മാഹിയിൽ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ബാധകമല്ല, എല്ലാവർക്കും
മാഹിയിൽ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പോകുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളൊരു ചർച്ച നമുക്ക് ഇവിടെ ആവശ്യം. ഇവിടെ ഇരുന്ന് കുടിച്ചിട്ട് പോകാന്നല്ലാതെ പാടില്ല. താങ്കൾ കള്ളക്കടത്തിനാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്, അതും തെറ്റാണ്. കാരണം ഇവിടെ നിയമപരമായിട്ട് കേരളത്തിലുള്ള പറഞ്ഞില്ലേ ഇവിടെ എല്ലാം നിയമപരമായിട്ട് കേരളത്തിലുള്ള IAS ഓഫീസർമാരും IPSകാരും ജനപ്രതിനിധികളും ഇവിടെ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പോകുന്നു. ഇവിടെ മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ വില കുറഞ്ഞ ക്വാളിറ്റി നിലവാരം കുറഞ്ഞ മദ്യം കഴിച്ച് എത്രയോ ആൾക്കാർ ഇവിടെ വീണ് മരിച്ചിട്ടുണ്ട്. ഈ പള്ളിയം പ്രമോദേട്ടൻ ഞങ്ങൾ ഇവിടുത്തെ അധികൃതരോട് മരിച്ചു വീണവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് മാഹിയിൽ നിന്നല്ല, മാഹി ആശുപത്രിയിൽ നിന്നല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ നിങ്ങൾ കൈക്കൂലി കൊടുത്ത് കാർഡിയാക് അറ്റാക്ക് എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ വിവരാവകാശം ചോദിച്ചാൽ അങ്ങനെ വീണ് മരിച്ച ഏതെങ്കിലും ഒരു മദ്യത്തിന്റെ അപകടത്തിലാ മരിച്ചുള്ള ഒരു വിവരമുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ഇത് ഇവിടെ ഗുണനിലവാരം കുറഞ്ഞ മദ്യം കഴിച്ചിട്ടാണ് മരിച്ചത്. പക്ഷേ ഫലത്തിൽ നിങ്ങൾ കൈക്കൂലി കൊടുത്തിട്ട് നിങ്ങൾ അത് പറയുന്നത് അത് കാർഡിയാക് അറ്റാക്ക് എഴുതി വാങ്ങും. എപ്പോഴെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ നിങ്ങൾ വേറെ എവിടെയും കൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല പ്രമോദേട്ടാ, ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചെയ്തിട്ടില്ല. പിന്നെ വേറെ ഒന്നുകൂടി പറഞ്ഞു. പിന്നെ വേറൊന്ന്, ഈ ടാവട്ടത്തിലുള്ള മയ്യഴിയിൽ നിന്ന് മദ്യപിച്ച് കഴിഞ്ഞാൽ മയ്യഴിയിൽ നിന്നല്ല വാഹന അപകടം ഉണ്ടാവുക, ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ പോകുമ്പോഴേ അപകടം ഉണ്ടാവും. മനസ്സിലായോ? ഇവിടുന്നല്ല, ഒരുപാട് കേരളത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏത് കൺട്രി, ബഹുമാനപ്പെട്ട സാറിനോട് ചോദിക്കട്ടെ, ഇവിടെ പിന്നെ സാറ് പറഞ്ഞില്ലേ ഇവിടെ ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ് മറ്റനുബന്ധ സാധനങ്ങൾ കുറയുമെന്ന്. അങ്ങനെ ഇവിടെ കാലം പുരോഗമിച്ചപ്പോൾ ഏതൊക്കെ തൊഴിലുകൾക്ക് ജനങ്ങൾ മാറ്റം നടത്തിയിട്ടുണ്ട്? ഞാൻ കടപ്പുറത്ത് പണ്ട് മീൻ പെറുക്കി നടന്നു, ഇപ്പൊ ഇലക്ട്രീഷ്യനാ. അതുപോലെ ഇവിടെയുള്ള ആൾക്കാർ മാറട്ടെ, തൊഴിലുകൾ മാറട്ടെ, സാറും മാറി. ഇത് മയ്യഴിയിൽ പല ഘട്ടങ്ങളിലായിട്ട് സംഭവിച്ചതാണ്. മാഹിയില് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രേമേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടാകും. എത്രയോ ശവശരീരങ്ങൾ മാഹിയുടെ തെരുവോരങ്ങളിൽ മണിക്കൂറുകളോളം വീണ് കിടന്നിട്ട് അത് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഉണ്ടായതിനു ശേഷമാണ് മദ്യമുതലാളിമാർ ചേർന്നുകൊണ്ട് ശവശരീരങ്ങൾ എടുത്തു മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു സേനയെ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. എത്രയോ ആളുകൾ, പത്രത്തിലടക്കം വന്നിരിക്കുന്ന വാർത്തയാണത്. അൺനോൺ ബോഡീസ് ആയാലും മറ്റ് എന്ത് കാര്യമായാലും ഞങ്ങളോട് വിവരം പറയുകയാണെങ്കിൽ, ശ്രീ നിഖിലേഷ് അടക്കം എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളടുത്ത് അത്തരം സംവിധാനങ്ങളുണ്ട്, ഞങ്ങളോട് നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായി എത്രയോ ശവശരീരങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവരെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മദ്യരോഗികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇത്തരം കാര്യങ്ങളെയാണ് മയ്യഴി ജനത എതിർത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ലിവർ സിറോസിസ് വന്നിട്ടാണ് ഇവിടെ മദ്യപാനികൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലിവർ സിറോസിസ് വന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന മദ്യപാനികളുടെ കുടുംബത്തിന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനത്തിൽ നിന്ന് എത്ര ഭാഗമാണ് ഇവിടെയുള്ള അമ്മമാരായ വിധവമാർക്ക് കൊടുത്തിട്ടുള്ളതെന്ന് ഇവിടെയുള്ള മദ്യ മുതലാളിമാരോട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഒരിക്കലും മയ്യഴിയിൽ മദ്യം നിർത്തുവാൻ വേണ്ടി പറയുന്ന ഒരു സമൂഹം മയ്യഴിയിലില്ല. പക്ഷേ മാഹിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അതിൻ്റെതായ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നതാണ് നഗ്നമായ സത്യം. അല്ല, ഇതിനകത്ത് അത് നിങ്ങളുടെ മുന്നിലുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. ഇവിടെ മരിച്ചു വീഴുന്നവരെ ഏറ്റവും കുറഞ്ഞത് മോർച്ചറിയിൽ എത്തിക്കുക എന്നുള്ളത്, അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളത്, അല്ലേ? അതെ, പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് പോലീസുകാർ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഞങ്ങൾ തന്നെയാണ് പറയുന്നതും. നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ ഭാഗവാക്കായിരിക്കും, നമ്മളത് പോലീസിന് ഇൻഫോം ചെയ്യാറുണ്ട്, എടുത്തിട്ട് കൊണ്ടുപോകാറുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഞാൻ വളരെ ഗൗരവമായിട്ടൊരു ആശയവിനിമയം നടത്തുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു ചിന്താധാരണ ഉണ്ടായിരുന്നു, അതായത് മദ്യം കൊണ്ട് ആളുകൾ റോഡ് വക്കിൽ മരിച്ചു വീഴുന്നുണ്ട്, അതിന് ഞങ്ങൾ തന്നെയാണ് നടപടി എടുക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഞങ്ങൾ തന്നെയാണ്. അത് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്, അത് ചെയ്യാൻ ഞങ്ങൾ വ്യക്തം. അതായത് ഇവിടെ മരിച്ചു വീഴുന്ന മലയാളിയുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ബാർ ഉടമകൾക്ക് തന്നെയാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ മദ്യക്കച്ചവടം നടത്തുന്ന മദ്യഷോപ്പ് ഉടമകളുടെ തിരിച്ചറിവ്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുന്നു? ഇവരെ മോർച്ചറിയിൽ എത്തിക്കുന്നു, ഇവരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർക്ക് വിലാസങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വീടുകളിൽ എത്തിക്കുന്നു. അപ്പോൾ അതിന്റെ കുറ്റം അവർ ഏറ്റെടുക്കുകയാണ്. ആ മദ്യശാലകൾ ഇവിടെ മയ്യഴിയിൽ തുടരണോ എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം. മയ്യഴിയിൽ പൂട്ടിപ്പോയ മദ്യഷാപ്പുകൾ തുടരാൻ അനുവദിക്കുമോ? ജനകീയ പ്രതിരോധത്തിന് ആര് നേതൃത്വം നൽകുമെന്നാണ് എന്റെ ചോരത്തിളക്കുന്ന വിഷയം. ചർച്ച ചെയ്യുന്നത് വേഗത്തിൽ. പോയിന്റ് നമ്പർ 1, അതായത് ഇവിടെ ടൂറിസ്റ്റ് എന്നുള്ള ഡെഫിനേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. അവിടുന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ വരുന്ന വിദ്യാർത്ഥിയും കൂടി ഇവിടെ ടൂറിസ്റ്റ് ആണ്, എഡ്യൂക്കേഷൻ പർപ്പസിന് വരുന്ന ടൂറിസ്റ്റ്. അതേപോലെ മദ്യം വാങ്ങിക്കാൻ വരുന്ന ആൾ ടൂറിസ്റ്റ് ആണ്, കേരളത്തിൽ നിന്ന് വരുന്ന വിദേശത്ത് വരുന്ന ആളെന്നല്ല വ്യത്യാസമില്ല, അത് ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ടൂറിസ്റ്റ്. രണ്ടാമത് വെച്ചാൽ ഗുണനിലവാരം മദ്യം, അത് എന്ന് വെച്ചാൽ എക്സൈസുകാരുടെ ഉത്തരവാദിത്തമാണ്, അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന കാര്യമാണ്. മൂന്നാമത് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവിടെ തൊഴിൽ 3 ഇന്റർനാഷണൽ സ്ഥാപനം ഉണ്ട്.
ഇന്റർനാഷണൽ സ്ഥാപനം ഉണ്ടെന്ന് മുന്നെന്ന് പറഞ്ഞു. അതേപോലെ ഇപ്പോൾ അവിടെ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു, അതായത് ഇവിടെ വെച്ചാൽ നമ്മൾ നേപ്പാളികൾ ഇവരൊക്കെ ഇങ്ങനെ ജോലിക്ക് വെക്കുന്നത് ചീപ്പായ ലേബറാണ്. അതേപോലെയാണ് അതും നിങ്ങൾ പറഞ്ഞ പോലെ. അതെന്ന് വെച്ചാൽ US അവിടെ എവിടെയും ലേബർ കോസ്റ്റ് ഇല്ല പറയട്ടെ അല്ല, ഇവിടെ പിന്നെ മാഹിയിലുള്ള 67 മദ്യഷാപ്പുകളാണ് മാഹിയിലുള്ളത്. പക്ഷെ ഇവിടെ പിന്നെ 67 മദ്യഷാപ്പുകളിൽ 32 മദ്യഷാപ്പുകൾ മാത്രമാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. സാങ്കേതികം മാത്രം 35 മദ്യഷാപ്പുകൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഈ 32 മദ്യഷാപ്പുകൾ അടച്ചതുകൊണ്ട് മാത്രം മയ്യയുടെ പ്രശ്നം തീരുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ വിറ്റഴിച്ചിരിക്കുന്ന മദ്യത്തിന്റെ ഏറ്റവും കൂടുതൽ മദ്യം ഇപ്പം വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം ഏറ്റവും അടുത്തുള്ള മാഹി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് പല മദ്യഷാപ്പുകളും പിന്നെ നിയമപരമായും അല്ലാതെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാഹിക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത് മയ്യക്കൂട്ടം പോലെയുള്ള സന്നദ്ധ സംഘടനകൾ വളരെ ശക്തിയായി പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരണം. മാഹിയിൽ ഒരൊറ്റ മദ്യഷാപ്പുകളും ഇനി അനുവദിക്കാൻ പാടില്ല ഇതിലൂടെ പറയാനുള്ളത്. ഇവിടെ മാഹിയില് മദ്യഷാപ്പുകൾ ഇത്രയധികം ഉണ്ടായത് അതുമാത്രമല്ല, അതിന് വികസിപ്പിച്ച് ആകർഷകമാക്കിയതിന്റെ ഫലവും വില കുറഞ്ഞ മദ്യം വിൽപ്പന നടത്തിയതിന്റെ ഫലവുമാണ് കാര്യങ്ങൾ ഈ രീതിയിൽ ഇത്രയും വഷളായി കൊണ്ടുവന്നത്. തീർച്ചയായും സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് മദ്യഷാപ്പുകൾ കുറയുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. മദ്യഷാപ്പ് കുറയുക എന്നുള്ളത് സന്തോഷമാണ്. പക്ഷേ ഇന്ന് സർക്കാരും അതുപോലെ ഇപ്പോ ജനങ്ങൾ എതിർക്കുകയാണെങ്കിൽ മദ്യഷാപ്പുകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റൂല എന്നാണ് മദ്യഷാപ്പ് ഉടമകൾ പറഞ്ഞിട്ടുള്ളത്. CPM-ന്റെ നിലപാട് എന്തായിരിക്കും അക്കാര്യത്തിൽ? അതിന് ശക്തമായി എതിർക്കുക മാത്രമല്ല, അതിന് എതിരായിട്ടുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 6-ാം തീയതി വലിയ രീതിയിലുള്ള ജനകീയ കൂട്ടായ്മ നടത്തുകയാണ്. ഇനി ഏത് ഷാപ്പ് തുറന്നാലും അതിനെ തടയും എന്ന് തന്നെയാണ് പറയുന്നത്. BJP ഇവിടെ പറയാനുള്ളത്, കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ഈ മദ്യ മുതലാളിമാർക്ക് നൽകിയിട്ടുള്ള ഈ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള നിയന്ത്രണവും മദ്യ വ്യാപാരം നടത്താൻ മാഹിയിലില്ല, ഇന്ന് നിലവിലില്ല. 64ഓളം മദ്യഷാപ്പുകൾ. നിലപാട് വളരെ വ്യക്തമാണ്. BJP കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പ്രക്ഷോഭങ്ങൾ മയ്യഴിയിലെ ഈ പിന്നെ വർദ്ധിച്ചു വരുന്ന മദ്യഷാപ്പ് മയ്യഴി മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിനെ എതിർക്കപ്പെടും. ഒരു തരത്തിലും ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് മദ്യഷാപ്പ് മാറ്റി സ്ഥാപിക്കാൻ BJP അനുവദിക്കില്ല. ഇനി ആരാ? കോൺഗ്രസ്. നിങ്ങൾ കോൺഗ്രസ് ആണ്. ആരാ കോൺഗ്രസ്? കോൺഗ്രസ് ഇല്ല. ഇല്ല, സമയക്കുറവുണ്ട്. പറഞ്ഞു. എനിക്ക് ഒരേ ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഇവിടെ ഒരു ഹോട്ടൽ തുറക്കണമെങ്കിൽ പ്രദേശവാസികളുടെ കൺസേൺ ലെറ്റർ വേണം. ഇന്ന് മദ്യഷാപ്പുകൾ മാറ്റി താമസിക്കാൻ പോകുന്ന ഞങ്ങളുടെ പ്രദേശത്ത് അവിടെ അധികാരികൾ യാതൊരു വിധം ഇല്ലാതെ കണ്ട് ലൈസൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്റെ ഒരൊറ്റ ചോദ്യം, ഈ പൊതുജനങ്ങൾക്കൊന്നും ഈ പ്രദേശവാസികൾക്ക് ഒരു വാല്യൂ ഇല്ലേ? ആരുടെ സമ്മതിയിൽ എവിടെ തുറക്കാമെന്നാണോ? ഹോട്ടലോ എന്ത് തുറക്കണമെങ്കിലും കൺസേൺ ലെറ്റർ വേണം പ്രദേശവാസികളുടെ. ഇന്ന് അവിടെ ഒരുങ്ങിയാണ് 300 മീറ്റർ സ്പാനിൽ 22 മദ്യഷാപ്പുകൾ. എവിടെ 500 മീറ്ററിന് ശേഷം? തീർച്ചയായിട്ടും ഈ വിഷയം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചുറ്റുപാടുള്ള ജനങ്ങളുടെ കൺസേൺ ഇല്ലാതെ ഒരൊറ്റ മദ്യഷാപ്പുകളും ജനവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുകയില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. മുനിസിപ്പാലിറ്റി CPM-ന്റെ അല്ലേ? എനിക്ക് സംസാരിക്കാനുള്ളത്, ഇപ്പോ മാഹിയിലുള്ള പ്രശ്നം മാത്രമല്ല, മാഹിയിലെ ഇതര പ്രദേശമാണ് പള്ളൂര്. ഇവിടെ വരുന്ന മദ്യഷാപ്പ് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പള്ളൂരുള്ള ആളുകളുടെ കാര്യം വളരെ ദയനീയാവസ്ഥയാണ്. അതുകൊണ്ട് ഇനി പള്ളൂരുള്ള ബാറും പന്തക്കിലുള്ള ബാറും പൂട്ടി മയ്യഴി എന്ന് എന്നേക്കുമായി ഈ മദ്യഷാപ്പുകൾ കെട്ടുകെട്ടിക്കാനുള്ള ഒരു മുന്നോട്ട് പ്രവർത്തനമായി മയ്യഴി കൂട്ടത്തിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് ഈ റോഡ് സൈഡിലുള്ള ഇതിപ്പോ ഉന്നയിക്കപ്പെട്ട വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ റോഡ് സൈഡിലുള്ള മദ്യശാലകളൊക്കെ പോവാണ്. ഇത് ഇനി ജനവാസ കേന്ദ്രങ്ങളിലായിരിക്കുമല്ലോ ഉണ്ടാവുക, അല്ലെങ്കിൽ പള്ളൂര്, പന്തക്കല്, പിന്നെ എവിടേക്കാ?
അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ഈ ആളുകൾ പോകുമ്പോൾ അവിടുത്തെ ജനതതി ഉണ്ടല്ലോ, അവിടുത്തെ ആളുകളുണ്ടല്ലോ, അവരുടെ കാര്യം ബഹുത്ത് കഷ്ടേ. ഇതിവിടെ സ്റ്റേറ്റ് സ്പോൺസേഡ് കള്ളക്കടത്താണ് നടക്കുന്നത്. പറയും സ്റ്റേറ്റ് സ്പോൺസേഡ് കള്ളക്കടത്താണ് ഇവിടെ നടക്കുന്നത്. 45,000 ജനങ്ങൾക്ക് 35,000 കേസിനുള്ള പെർമിറ്റാണ് ഇവിടെയുള്ള സർക്കാരുകൾ കൊടുക്കുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ ഒരു മാസം 5 ലക്ഷം ലിറ്റർ ആണ് മയ്യഴി എന്ന് പറയുന്ന സ്ഥലത്ത് കൺസ്യൂം ചെയ്യപ്പെടുന്നത്. അന്നേരം പെർമിറ്റ് കൊടുക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട MLA പിന്നെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അത് നിർത്താനുള്ള അല്ലെങ്കിൽ അതിനെ പകുതിയാക്കി കൊണ്ടുവന്നാൽ തന്നെ ഇവിടെയുള്ള മദ്യത്തിന്റെ വലിയൊരു വിഷയം പള്ളൂരായാലും പന്തക്കലായാലും തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. തീർച്ചയായും ആർക്കാണ് 5 ലക്ഷം ലിറ്റർ ഈ കാര്യം അസംബ്ലിയിൽ ഉന്നയിക്കുകയും സർക്കാരിൽ നിന്ന് ഒരു തീർപ്പ് വാങ്ങിക്കുകയും. അല്ല, അതിന് ഇവരുടെ പ്രശ്നം കൂടിയെ പരിഗണിക്കേണ്ടേ. അന്നേരം ഒരു MLA എന്നുള്ള നിലയിൽ തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നുണ്ട്, റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ട്, അനുബന്ധ തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നുണ്ട്, ടൂറിസം നഷ്ടം രണ്ടും കൂടെ അങ്ങനെ കഴിയും. ഇവിടെ പറഞ്ഞതുപോലെ സാറേ, നിങ്ങൾ വളരെ ലാഘവത്തോടു കൂടിയാണ് അതേപോലെ ഞാൻ പറയാം സുപ്രീം കോടതി വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാർ വളരെ ലാഘവത്തോടു കൂടി 60 കോടി രൂപയുടെ റവന്യൂ കമ്മി ആ വരുമാനത്തിന് മയ്യഴിയിൽ ഇന്ന് കാണുന്ന സമഗ്ര വികസന പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, ഇതൊക്കെ ബഹുമാനപ്പെട്ട നികേഷ് കുമാറിന്റെ നാട്ടിൽ 1000 രൂപ പെൻഷനുള്ളത് ഇവിടെ 3000 രൂപയാണ് പെൻഷൻ. അത്തരം പദ്ധതികൾ മാഹിയിൽ കൊണ്ടുവരുന്നത് മാഹിയിലുള്ള വരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. ആ വരുമാനം നാളെ മുതൽ ഇവിടെ 20 കിലോ അരി 20 കിലോ അരി സൗജന്യമായി നൽകുന്നു. ഇതെങ്ങനെ MLA തരണം ചെയ്യും? ആളുകളെ കള്ളു കുടിപ്പിച്ച് കിടത്തിയിട്ട് വെൽഫെയർ സ്കീം ചെയ്യണമെന്ന് പറയുന്നത് എന്ത് ന്യായമുള്ളത്? ഒരു ചോദ്യം സാർ, ഒരു ചോദ്യം. ഇല്ല, അവിടെ പറയും MLA മറുപടി വേഗം ഒറ്റവാചകത്തിൽ. ഈ വരുമാന കമ്മിറ്റി നികത്താനുള്ള മറ്റു മാർഗങ്ങൾ തീർച്ചയായും ആരായിരുന്നു. അവിടെ ലാസ്റ്റ് ഗുജറാത്തിന്റെ റവന്യൂ വരുമാനം എങ്ങനെയാണ്? മദ്യം വിറ്റിട്ടാണോ? ഗുജറാത്തിൽ സമ്പൂർണ്ണ മദ്യ നിരോധനമല്ലേ? ഇതിന്റെ അടുത്ത് കുറച്ച് മാസങ്ങൾക്ക് ഇവിടുത്തെ പത്രങ്ങളിൽ വന്നു, മാഹിയിൽ വിൽക്കുന്ന 124 കുപ്പി മദ്യം വിൽക്കുന്ന സൈസ് മദ്യങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ 120ഉം വ്യാജനാണെന്ന്. ഇതാരാണ് അന്വേഷിക്കേണ്ടത്? ഇവിടെ കുടിച്ചു വീഴുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്നു പറഞ്ഞു. ഇവര് കുടിച്ചു വീഴുന്ന ആൾക്കാരെ അല്ലെ മരിച്ചു വീഴുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്നു പറഞ്ഞു മദ്യ വ്യവസായികൾ. ഈ പള്ളിയുടെ മുറ്റത്ത് ഒരു മദ്യ ലിക്കർ ബാർ തുടങ്ങിയിട്ട് എല്ലാരും കൂടി സമരം ചെയ്ത് ഉച്ചസ്വരത്തിനകത്തല്ലേ പണത്തിന്റെ ഊക്കുകൊണ്ട് ഇവന്മാരെന്ത് ചെയ്യുന്നറിയോ? ആ കേസ് ഇല്ലാണ്ടാക്കി. അത് മാത്രമല്ല, ഇപ്പൊ നാരായണ ഗുരുസ്വാമിയുടെ ആ സ്ഥലത്ത് ഇതാ ഒരു ബാർ വരാൻ വേണ്ടി പോകുന്നു. നാരായണ ഗുരുസ്വാമി വന്ന സ്ഥലമാണിത്. അവിടെ വരെ ബാർ കൊണ്ടിരുന്നത്. ഇതെല്ലാം ഇതിന്റെ ഈ മദ്യത്തിന്റെ പണത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളിൽ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കുന്ന നാരായണ ഗുരുസ്വാമി വന്ന സ്ഥലത്ത് ഒരു കാരണവശാലും മദ്യഷാപ്പല്ല വരുന്നത്. അതൊരു കമ്മ്യൂണിറ്റി ഹാളാണ്. അത് ഈ നിയമം വരുന്നതിന്റെ എത്രയോ കാലം മുമ്പേ ആ ഒരു പ്ലാൻ പാസ്സായതാണ്. അത് ബ്രാൻഡി ഷാപ്പ് ആയിരിക്കുകയില്ല. അത് നിങ്ങളെ തെറ്റിദ്ധാരണ മാത്രമാണ്. സാർ ഒരു ചോദ്യം. ഇവിടെ മദ്യപിച്ച് വീഴുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ നിയമമുണ്ട്. മദ്യപിച്ച് വീഴുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്നു പറഞ്ഞു മദ്യ വ്യവസായികള്. ഇവിടുത്തെ നാട്ടുകാരെ ആര് സംരക്ഷിക്കും? നാട്ടിലേക്ക് കുടിച്ച് ഫിറ്റായിട്ട് ഓരോ വീടുകളിൽ ഇറങ്ങി വരുന്നവരെ സംരക്ഷിക്കാൻ ഇവിടെ ഈ പല ആളുകളും ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നതുണ്ട്. മാഹി ഈ പള്ളൂരും പന്തക്കലും അടക്കമുള്ള പ്രദേശങ്ങൾ മാഹിയിൽപ്പെട്ട പ്രദേശമാണ് തിരിച്ചറിവുള്ള കാലം വരെ ഈ വിധിയെ ഒരിക്കലും സ്വാഗതം ചെയ്യാൻ പറ്റൂല. എന്താ വെച്ചാൽ മാഹിയിൽ കേരളത്തിലേക്കാട്ടി കുറച്ചിട്ട് വില കുറച്ചിട്ട് മദ്യം കിട്ടുന്ന കാലത്തോളം ഇവിടെ ഒരു ബ്രാൻഡ് ഷാപ്പ് തുറന്നിട്ടുണ്ടെങ്കിലും ഇത്രയും കാലം കുടിക്കാൻ വന്ന കേരളത്തിലുള്ള ആളുകൾ 30 ബാർ കുറഞ്ഞിട്ട് 33 ബാർ സ്വാതന്ത്ര്യാനന്തര മയ്യഴിയുടെ പ്രധാനപ്പെട്ട ശാപമായിരുന്നു മദ്യം എന്നുള്ളത്. ഈ നാട്ടിലേക്ക് സമീപ ജില്ലകളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തുകയും ഇവിടെ കുടിച്ച് വീഴുകയും മരിക്കുകയും ചെയ്തു. അപ്പോഴെല്ലാം ഒരു സാംസ്കാരിക ജീർണതയായി മയ്യഴിയുടെ വലിയ ശാപമായി ഇത് തുടർന്നു. ഇപ്പോൾ 31/3/2017 സുപ്രീം കോടതി വിധിയോടുകൂടി 32 മദ്യശാലകൾ ഇല്ലാതായിരിക്കുകയാണ്. അതിൻ്റെ റവന്യൂ നഷ്ടം, ടൂറിസം നഷ്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ട് എങ്കിൽ തന്നെയും ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നത് അത് ഒരു അനുഗ്രഹമായി മാറി എന്നാണ്. മാത്രമല്ല, ഇത് തിരികെ വരാതിരിക്കാനുള്ള ജനകീയ പ്രതിരോധവും മയ്യഴിയിൽ ആരംഭിച്ചിരിക്കുന്നു. ആ ജനകീയ പ്രതിരോധത്തിന് പിന്തുണ നൽകിക്കൊണ്ട് എൻ്റെ ചോര തിളക്കുന്നു എന്ന പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.